നേരം വെളുക്കെ തമ്പുരാട്ടി ഒരുങ്ങി റെഡിയായി നിൽക്കുവാണല്ലോ. ഇതെങ്ങോട്ട് പോണ്? ഞാൻ വീട്ടിൽ പോവുക. അമ്മയോട് ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. അതിന് ഇവിടെ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടൊക്കെയാണോ പോണത്? ചോറും മീൻകറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാപ്പിയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ക്രിസ്മസൊക്കെ അല്ലേ, അച്ചാച്ചയ്ക്കും അമ്മയ്ക്കും ഓരോ ജോഡി ഡ്രസ്സ് വാങ്ങണം. ഷോപ്പിൽ കയറണം. അതാ ഞാൻ നേരത്തെ റെഡിയായത്. ആ ഹാ ഹാ, അത് കൊള്ളാമല്ല. ഇവിടെ ഓണത്തിനും ക്രിസ്മസിനൊന്നും ആർക്കും ഒന്നും എടുത്തു കൊടുക്കാറില്ല. ഇനി നീയായിട്ട് പുതിയ നിയമങ്ങളൊന്നും ഉണ്ടാക്കണ്ട. എടാ, നീ ഇവളുടെ കൂടെ വീട്ടിൽ പോകുന്നുണ്ടോ? ഞാനൊന്നും പോകുന്നില്ല. അവൾ വേണേ പോയിട്ട് പോട്ടെ. അമ്മ പറഞ്ഞ പോലെ തുണി സാധനമൊന്നും മേടിച്ചോണ്ട് പോകണ്ട. എടാ, വല്ല വണ്ടിക്കൂലിയും കൊടുത്തു വിട്. അല്ലാതെ കൂടുതൽ കാശൊന്നും കൊടുക്കണ്ട. ആ വണ്ടിക്കൂലി വേണേ ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഒരു കാര്യം, ഇന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കണം. ക്രിസ്മസ് ഘോഷിക്കാൻ പോണ്. അമ്മ, ആ മോള് വന്നോ? അരുൺ എന്തിയേ? അരുണ് വന്നില്ലമ്മ. ഞങ്ങള് ഒരുമിച്ചൊരുങ്ങി ഇറങ്ങിയതാ. അപ്പോഴത്തേക്കും അരുണിന്റെ ഫ്രണ്ട് വിളിച്ചു. എന്തോ അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു. അരുൺ അങ്ങോട്ട് പോയി. ആണോ? ആ സാരമില്ല. അച്ചാച്ചി എന്തി അമ്മ? അച്ചാച്ചി ഇത്രയും നേരം നിങ്ങളെ നോക്കിയിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് പുറത്തേക്ക് പോയത്. രാവിലെ മാർക്കറ്റിൽ പോയി എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് വന്നു. മോള് വാ, അകത്തേക്ക് വാ. മോള് പള്ളിയിലൊക്കെ പോയായിരുന്നോ? മോൾ അവിടെ ഇരിക്കേ, അമ്മ ഇപ്പം വരാവേ. പള്ളിയിലൊക്കെ പോയമ്മ. പുൽക്കൂടൊക്കെ അടിപൊളിയാണല്ലോ. മോളെ, ഇന്നാ ഇതെന്താ അമ്മ? മോക്കും അരുണിനും ഓരോ ജോഡി ഡ്രസ്സ് വാങ്ങിയതാ. നോക്ക്, ഇഷ്ടപ്പെട്ടോ? ആ, കൊള്ളാമ്മ. അമ്മേ, ക്രിസ്മസ് ആയിട്ട് ഞാൻ നിങ്ങൾക്കൊന്നും വാങ്ങിയില്ലല്ലോ. എൻ്റെ മോള് അച്ചാച്ചയ്ക്കും അമ്മയ്ക്കും ഒന്നും വാങ്ങിത്തരണ്ട. ക്രിസ്മസ് ആയിട്ട് എൻ്റെ മോള് അച്ചാച്ചൻ്റെ അമ്മയുടെയും കൂടെ ഉണ്ടല്ലോ, അതാ ഞങ്ങളുടെ സന്തോഷം. മോളെന്തിനാ കരയുന്നേ? എല്ലാ വിശേഷങ്ങൾക്കും സ്വന്തം മക്കൾ അവരുടെ കൂടെ ഉണ്ടാകുന്നതാ എല്ലാ അപ്പനമ്മമാരുടെയും സന്തോഷം. മോളിരിക്കെ, അമ്മ കുടിക്കാനെടുക്കാം.